നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതനുസരിച്ച് മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്യുക. സെൽഫായിട്ടുള്ള രീതിയിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഈ ഒരു വിവരങ്ങൾ അറിയുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് NIOS 2026 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം 2026 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസ് എന്നാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമായിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ NIOS 10ാം ക്ലാസ് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വരുന്ന 2027 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ NIOS 2026 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന, അതായത് ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ള സെക്കൻഡറി സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ NIOSന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സൈറ്റ് എന്നാണ് ഓപ്പൺ ആവുന്നത്? 2026 മെയ് 21 കേട്ടോ. അപ്പോൾ അന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പരീക്ഷ ഫീസ് അടച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ 2026 മെയ് 21 മുതൽ 2026 ജൂൺ 20 വരെ നിങ്ങൾക്ക് നോർമൽ പരീക്ഷ ഫീസ്, അതായത് എത്രയാണോ നമുക്ക് സാധാരണ രീതിയിൽ പരീക്ഷ ഫീസ് വരുന്ന ആ ഒരു പരീക്ഷ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ 2026 ജൂൺ 20 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞ് അവസാന തീയതി നോക്കി നിൽക്കരുത്. അതിന് മുൻപ് തന്നെ നിങ്ങൾ ഒരു 15ാം തീയതി ഒക്കെ ആകുന്നതിന് ജൂൺ 15-ന് മുൻപായിട്ട് നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ സൈറ്റ് ഒക്കെ ബ്ലോക്ക് ആകും, നമുക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ വിട്ടുപോയി, പരീക്ഷ ഫീസ് അടയ്ക്കാനൊക്കെ വിട്ടുപോയി, ഫൈൻ ഇല്ലാതെയുള്ള ആ ഒരു ടൈമിൽ, അങ്ങനെയുള്ള കുട്ടികൾക്ക് 2026 ജൂൺ 21 മുതൽ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ ഓരോ പേപ്പറിനും 150 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. അത് എന്ന് വരെയാണ്? 2026 ജൂൺ 30 വരെ ടൈം ഉണ്ട്. അപ്പോൾ ഫൈൻ ആണ് എന്ന് ഓർത്തോണം. കാരണം നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ ഓരോ പേപ്പറും, ഇപ്പൊ 5 സബ്ജക്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 5 × 150 വരും കേട്ടോ. ഓരോ പേപ്പറിന് 150 രൂപ എക്സ്ട്രാ വരികയാണ്. അത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം എനിക്ക് നോർമൽ ഫീസ് 2500 രൂപയാണെന്ന് വിചാരിക്കുക 5 സബ്ജക്റ്റിന്. അതിന്റെ കൂടെ ഫൈനും കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? എക്സ്ട്രാ നമുക്ക് 5 സബ്ജക്ട് × 150. അപ്പൊ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ എമൗണ്ട് കയറി വരിക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2026 ജൂലൈ 1 മുതൽ 2026 ജൂലൈ 10 വരെ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ 1600 രൂപ, അത് ഓരോ പേപ്പറിനൊന്നും അല്ല, ടോട്ടൽ 1600 രൂപ സൂപ്പർ ഫൈനോട് കൂടി നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാം. അപ്പൊ എന്നാണ് മൊത്തത്തിലുള്ള പരീക്ഷ ഫീസ് സൂപ്പർ ഫൈനോട് കൂടിയുള്ള അവസാന തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജൂലൈ 10 ആണ് കേട്ടോ. അപ്പൊ അതിലേക്കൊന്നും പോവേണ്ട. നമ്മൾ നോർമൽ പരീക്ഷ ഫീസിന്റെ ഡേറ്റ് നോക്കുക. എന്നാണ്? 2026 മെയ് 21 മുതൽ 2026 ജൂൺ 20 വരെ. അപ്പൊ അത് ആ ഒരു കണക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നാൽ മതി. അതല്ലാതെ ഉള്ള ആ ഫൈനോട് കൂടിയും സൂപ്പർ ഫൈനോട് കൂടിയുള്ള ഡേറ്റ് ഒന്നും നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ട. അതിന് മുമ്പ് ജൂൺ 20-ന് മുമ്പായിട്ട്, ആ ജൂൺ 20 നോക്കണ്ട, ജൂൺ 15-ന് മുൻപായിട്ട് നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ NIOSന്റെ ആ ഒരു സൈറ്റ് വഴി നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ആർക്കെങ്കിലും പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പരീക്ഷ ഫീസ് അടച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. പരീക്ഷ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഡേറ്റ് കാര്യങ്ങൾ നോക്കണ്ട. നമ്മൾ എന്നാണോ പറയുന്നത് ആ ഡേറ്റിലാണ് നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതനുസരിച്ച് മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്ത് സെൽഫായിട്ടുള്ള രീതിയിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഈ ഒരു വിവരങ്ങൾ അറിയുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ സേ പരീക്ഷ, ഇപ്പൊ ആരെങ്കിലും ഈ ഒരു NIOSന്റെ ഇപ്പോഴത്തെ ഏപ്രിൽ ബാച്ചിന്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ സേ പരീക്ഷയുടെ പരീക്ഷ ഫീസ് എന്നാ അടയ്ക്കേണ്ടതെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. അപ്പൊ അതിന്റെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കുള്ള ആ ഒരു എക്സാം ഫീസിന്റെ
ഫീസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് NOSന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ ഫീസ് അടയ്ക്കാതെ മുൻ വർഷങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ ഫീസ് അടയ്ക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു 2026 ഒക്ടോബറിലേക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. നമുക്കറിയാലോ 5 വർഷത്തെ കാലാവധി ഉണ്ട്. സോ 5 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. സോ കഴിഞ്ഞ ബാച്ചിന്റെ പരീക്ഷ ഫീസ് അടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒക്ടോബറിലേക്ക് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയവും ഇപ്പോഴാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ആയിട്ട് ചോദിക്കുക, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NISനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.